ഓം ശാന്തി. കുറേ ആളുകൾക്കുടെ ആഗ്രഹമാണ് എനിക്ക് മറ്റുള്ളവരുടെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളത്. അതിനുള്ള കീ എന്താണെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവരുടെ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ ആദ്യം ആവശ്യം സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ എന്താ നമുക്ക് ചെയ്യേണ്ടത്? 2-3 സ്റ്റെപ്പുകളുണ്ട് നമുക്ക് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിക്കൊണ്ട്. അറിയാത്ത ഒരു കാര്യത്തിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. അറിഞ്ഞ ഒരു കാര്യത്തിനെ മാത്രമേ ഒരു മനുഷ്യനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ആദ്യം മനസ്സെന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. ചുരുക്കി പറയുകയാണെങ്കിൽ, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിലെ ചിന്തകൾക്ക് ഉത്തരവാദിയായിരിക്കുന്ന ഭാഗത്തിൻ്റെ പേരാണ് മനസ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ആന്തരിക വ്യക്തിത്വത്തിലെ ആ സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദൃശ്യങ്ങളെയും ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ മുഖ്യധാര പ്രവർത്തകൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ നിരന്തരമായി പോസിറ്റീവായിരിക്കുന്ന തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുകയും ആ ഊർജത്തെ സ്പ്രെഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിലാണ് ഒരു പരിധി വരെയൊക്കെ നമ്മുടെ മനസ്സിൻ്റെ മേലെ കൺട്രോളിങ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തെ ഘടകം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്ത് ഞാൻ വായിക്കുന്നോ കാണുന്നോ കേൾക്കുന്നോ അതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് ചിന്തകളാകുന്ന ആഹാരമായിക്കൊണ്ട് മനസ്സിലേക്ക് പോവുകയാണ്. മനസ്സിലേക്ക് പോസിറ്റീവായിരിക്കുന്ന ചിന്തകളാകുന്ന ആഹാരം കൊടുക്കുമെങ്കിൽ മനസ്സ് ആരോഗ്യമുള്ളതായിട്ട് മാറും. മനസ്സിലേക്ക് വ്യർത്ഥവും നെഗറ്റീവും ആയിരിക്കുന്ന ചിന്തകൾ കൊടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മനസ്സ് രോഗഗ്രസ്തമായും മാറും. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സമയം നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി, സന്തോഷിക്കാൻ വേണ്ടി, വെറുതെ തമാശയ്ക്ക് നേരം പോക്കായിട്ട് ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ സ്വീകരിക്കുന്ന ഇൻഫർമേഷൻ അത് നെഗറ്റീവാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് പോവുകയും അത് സമയം വരുമ്പോൾ പ്രവർത്തിച്ച് രോഗമായിക്കൊണ്ട് ഭയത്തിൻ്റെ രൂപത്തിൽ, കോൺഫിഡൻസിൻ്റെ കുറവിൻ്റെ രൂപത്തിൽ, ഇങ്ങനെ പല രീതികളിലും നമ്മുടെ ജീവിതത്തിൽ അത് വന്ന് ബാധിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഘടകം, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ സത്യത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് മനസ്സിൻ്റെ മേലെ വിജയം വരിക്കാൻ അവന് സാധിക്കുള്ളൂ. നിങ്ങളുടെ കയ്യിൽ അസത്യം എന്നൊരു സാധനം ഉണ്ടെങ്കിൽ അസത്യത്തിൻ്റെ കൂടെയുള്ള ഗിഫ്റ്റാണ് ഭയം എന്ന സാധനം. ഭയം എന്നത് വളരെ വലിയ ഒരു നെഗറ്റീവ് ഇമോഷനാണ്. ആ ഇമോഷൻ നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, മനസ്സ് നിങ്ങളെ ഭരിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് മനസ്സിനെ ഭരിക്കാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് ജീവിതത്തിൽ സത്യത്തിൻ്റെ ധാരണ എന്ന് പറയുന്നത് നിർഭയത്വം വരാനും ആത്മധൈര്യം വീണ്ടെടുക്കാനും നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ കൂട്ടാനും മനസ്സിൻ്റെ മേലെ യുദ്ധമില്ലെങ്കിൽ, ഉള്ളിൽ അകത്ത് അഥവാ ഞാൻ പറയുന്നത് കളവാണെങ്കിൽ എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ യുദ്ധം നടക്കുകയാണ്. ഈ യുദ്ധം സംസ്കാരത്തിലുണ്ടാവുന്ന യുദ്ധം, അത് നമ്മുടെ കർമ്മത്തിലുണ്ടാവുന്ന യുദ്ധം, വാക്കിലുണ്ടാവുന്ന യുദ്ധം, മനസ്സിൻ്റെ ഉള്ളിൽ നിരന്തരമായ യുദ്ധങ്ങളെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് കളവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അസത്യം പറയുമെങ്കിൽ, കളവ് ചെയ്യുമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും തന്നെ മനസ്സിൻ്റെ മേലെ അധികാരിയാവാൻ സാധ്യമല്ല എന്നത് പരമമായിരിക്കുന്ന സത്യമാണ്. അതുകൊണ്ട് തൻ്റെ കർമ്മത്തിൽ സത്യതയുടെ ശക്തി ധാരണ ചെയ്യുക എന്നുള്ളത് മനസ്സിൻ്റെ മേലെ അധികാരിയാവാൻ നമുക്ക് അനിവാര്യമായിരിക്കുന്ന ഘടകമാണ്. മറ്റൊന്ന് ആഹാരത്തിൻ്റെ ശുദ്ധി. നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ ഏത് സങ്കല്പങ്ങളാണോ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് അത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൻ്റെ മേലെ പ്രഭാവം ഉണ്ടാക്കും. അതുകൊണ്ട് സാത്വികമായിരിക്കുന്ന ആഹാരം, ശുദ്ധമായിരിക്കുന്ന വെജിറ്റേറിയൻ ആയിരിക്കുന്ന ആഹാരം, അത് നിങ്ങൾ ഈശ്വരൻ്റെ ഓർമ്മയിൽ ഉണ്ടാക്കി ഈശ്വരന് സമർപ്പിച്ച ശേഷം നിങ്ങൾക്കത് കഴിക്കാൻ കഴിയുമെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ശക്തി കൊടുക്കും. അതും നിസ്സംശയമായിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത കാര്യം, സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി കുറച്ച് സമയം അത് നമ്മൾ നിർബന്ധമായിട്ട് നമുക്ക് കൊടുത്തേ പറ്റൂ. എൻ്റെ കയ്യിൽ സമയമില്ല എന്ന് ആർക്കും പറയാം, ഉണ്ടാക്കാനും ആർക്കും സാധിക്കും. എല്ലാവർക്കും ഉള്ളത് 24 മണിക്കൂറാണ്, നമുക്കുള്ളത് 24 മണിക്കൂറാണ്. ആ 24 മണിക്കൂറിൻ്റെ സമയത്തെ നിങ്ങൾക്ക് മാനേജ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യത്തിനും നിങ്ങൾ സമയം കാണുന്നുവെങ്കിൽ ഹാഫ് ആൻ അവർ, അരമണിക്കൂർ സമയം സ്വന്തം മനസ്സിനെ ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കാനും മനസ്സിൽ എന്തെല്ലാം സങ്കല്പങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോസിറ്റീവായിരിക്കുന്ന തോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിൻ്റെ മേലെ കൺട്രോളിങ് കൊണ്ടുവരാൻ സാധിക്കും. കണ്ടിന്യൂസ് ആയിട്ട് മനസ്സിൻ്റെ മേലെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ ത്രാടന വിദ്യ നിങ്ങളെ സഹായിക്കും. മുന്നുള്ള വീഡിയോസിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളവിടെ കണ്ടു നോക്കണം. ഇങ്ങനെ നിരന്തരമായി കൊണ്ട് സ്വന്തം മനസ്സിൽ യാതൊരു രീതിയിലുള്ള സങ്കല്പങ്ങളുടെ യുദ്ധമില്ലാതെ
പോസിറ്റീവ് ആൻഡ് പവർഫുൾ ആയിരിക്കുന്ന തോട്ട്സിൽ 15 മിനിറ്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിലനിർത്താൻ സാധിക്കുമെങ്കിൽ പിന്നെ ആ കണ്ണുകളിലൂടെ നിങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയിട്ട് അവരെന്ത് ചെയ്യണമെന്ന് പറയണ്ട, നിങ്ങൾ ചിന്തിച്ചാൽ അതുപോലെ അവർ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് സ്വന്തം മനസ്സിൻ്റെ മേലുള്ള നിയന്ത്രണമാണ് മറ്റുള്ളവരുടെ മനസ്സിനെ അറിയാനും മറ്റുള്ളവരുടെ മനസ്സിൻ്റെ മേലെ നിയന്ത്രണം കൊണ്ടുവരാനുള്ളതായിരിക്കുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ബിൽഡിംഗ് എത്ര ഹൈറ്റ്സിൽ കൊണ്ടുപോകുന്നു അത്ര തന്നെ അതിൻ്റെ താഴെയുള്ളതായിരിക്കുന്ന ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കണം. അതുപോലെ സ്വന്തം മനസ്സിൻ്റെ മേലെയും മറ്റുള്ളവരുടെ മനസ്സിൻ്റെ മേലെയും പൂർണ്ണ നിയന്ത്രണം കൊണ്ടുവരണോ എങ്കിൽ ഈ ബേസിക് ആയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വേണ്ടാത്ത കാര്യങ്ങൾ കാണുക, വേണ്ടാത്ത കാര്യങ്ങൾ കേൾക്കുക, വായിക്കുക, സംസാരിക്കുക, ഇതിൽ നിന്നൊക്കെ നമ്മൾ അത് അവനവനെ മാറ്റി നിർത്തണം. വേസ്റ്റ് ആയിരിക്കുന്ന കാര്യം ഒരാൾ സംസാരിക്കാൻ വരികയാണെങ്കിൽ ഉറപ്പിച്ച് വിചാരിച്ചോളൂ, ഇവരെൻ്റെ ശത്രുവാണ് വന്നിരിക്കുന്നത്, എനിക്ക് നഷ്ടം ഉണ്ടാക്കുന്ന ആളാണ് എന്ന്. അതേസമയം പോസിറ്റീവ് ആയിരിക്കുന്ന കാര്യങ്ങളെ ഷെയർ ചെയ്യുകയും അതിനെക്കുറിച്ച് മനനം ചെയ്യുകയും മഥനം ചെയ്യുകയും എഴുതുകയും തയ്യാറാക്കുകയും ചെയ്താൽ തന്നെത്താൻ നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോൾ കൊണ്ടുവരാൻ സാധിക്കും. അതിന് കുറച്ച് സമയം, ഉറങ്ങും മുന്നുള്ള സമയം, നമ്മൾ മുന്നിലുള്ള പല വീഡിയോസിലും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് രാത്രി ഉറങ്ങുന്നതിനേക്കാൾ മിനിമം ഹാഫ് ആൻ അവർ ബിഫോർ നിങ്ങൾ ഈ പുറം ലോകവുമായിട്ടുള്ള ബന്ധത്തിനെ കട്ട് ചെയ്യണം. നമ്മുടെ കൂടെ നമ്മൾ ഇരിക്കാനായിട്ട് തയ്യാറാവണം. നമ്മുടെ മൗനത്തിന് ദീക്ഷിക്കാൻ തയ്യാറാവണം. നമ്മുടെ മനസ്സിൻ്റെ മൗനം കൊണ്ടുവരാൻ വേണ്ടിയത് എന്തൊക്കെ ചിന്തകളുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അതിന് മെഡിറ്റേഷൻ നിങ്ങളേറെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. സ്വന്തം മനസ്സിൻ്റെ മേലെ കൺട്രോളിങ് കൊണ്ടുവന്നുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്ത് ആ ഡീപ്പ് സൈലൻസിൻ്റെ ആ ശാന്തിയുടെ സുഖം അനുഭവിച്ചുകൊണ്ട് മനസ്സിനെ ഗഹനമായിരിക്കുന്ന ശാന്തിയുടെ അനുഭൂതിയിലിരുത്തിക്കൊണ്ട് നിങ്ങൾ ഉറങ്ങാൻ തുടങ്ങിയ ആ അവസ്ഥയിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ അറിയാതെ ഉറക്കത്തിലേക്ക് വീണുപോകും. ആ ഡെഡ് സൈലൻസിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളതായിരിക്കുന്ന എല്ലാ ക്വാളിറ്റിയും എല്ലാ ടാലൻസ് എന്തൊക്കെയാണോ അതിനൊക്കെ പുറത്തു കൊണ്ടുവരാൻ തുടങ്ങും. രാവിലെ ഉണർന്ന് രാവിലെയും രാത്രിയും സമയം ഉറങ്ങാൻ പോകുമ്പോഴത്തെ അരമണിക്കൂറും ഉണർന്ന ഉടനെയുള്ള അരമണിക്കൂറും അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമായി നിങ്ങൾ ചിലവഴിച്ചേ പറ്റൂ. അതിൽ നമ്മൾ എത്ര ക്ലോസ് റിലേഷനുള്ള ആളാണെങ്കിലും അവർക്ക് നോ എൻട്രി. ഞാനും ഈശ്വരനും മാത്രം. ഞാൻ എൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടി, എന്നെ അറിയാൻ വേണ്ടി, എന്നെ മനസ്സിലാക്കാൻ വേണ്ടി, എൻ്റെ ചിന്തകളെന്ന് തിരിച്ചറിയാൻ വേണ്ടി, നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് രാത്രിയിൽ നമ്മൾ പ്ലാനിങ് കൂടി അരമണിക്കൂറിന് മുന്നേ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള നാളത്തെ പ്ലാനിങ് എഴുതുന്നത്, വായിക്കുന്നത്, പഠിക്കുന്നത് എല്ലാം മാറ്റിവെച്ച് ലാസ്റ്റ് ഹാഫ് ആൻ അവർ ഡീപ്പ് സൈലൻസിൻ്റെ എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ് നിങ്ങൾ ഉറങ്ങുന്നതെങ്കിൽ രാവിലെ ഉണരുമ്പോഴും അതേ കാംനെസ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് വളരെ ശക്തമായിട്ട് ഈശ്വരനുമായിട്ടുള്ള സമാഗമത്തിലൂടെ മനസ്സിനുള്ളിൽ എല്ലാ ശക്തികളും സിദ്ധികളും നിറച്ചിട്ടാണ് നമ്മളൊരു ദിവസം ആരംഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ മേലെ നിയന്ത്രണം കൊണ്ടുവരാന്നുള്ളത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത്തരത്തിൽ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 7 ദിവസമായി ഞാനിങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് മാറ്റമൊന്നുമില്ലല്ലോ എന്നോട് ഫോൺ ചെയ്ത് പറയരുത്. സാധിക്കില്ല. നിരന്തരമായിട്ടുള്ള അഭ്യാസം മിനിമം 21 ദിവസം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ തന്നെ വലിയ വ്യത്യാസങ്ങൾക്ക് നിങ്ങൾക്ക് സ്വയം ഒബ്സർവ് ചെയ്യാൻ പറ്റും. മറ്റാരും പറയണമെന്നില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ സ്വന്തം മനസ്സിൻ്റെ മേലെ പൂർണ്ണമായ നിയന്ത്രണം കൊണ്ടുവന്ന് ആ ഒരു 15 മിനിറ്റ്സ് 15 മിനിറ്റ് സമയം നിങ്ങൾ മറ്റെവിടേക്കും തോട്ട്സ് പോവാതെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മാത്രം ഏകാഗ്രമായി നിന്നിട്ട് നിങ്ങൾ കണ്ണുകൊണ്ട് നോക്കിയാൽ പോലും നിങ്ങളുടെ സങ്കല്പം മറ്റുള്ളവർ പ്രവർത്തിക്കാൻ തുടങ്ങും. ഈവൻ വന്യമൃഗങ്ങൾ പോലും അത്തരം എനർജി പാസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കണ്ണുകളിലൂടെ അവരെ നോക്കാൻ സാധിച്ചാൽ നിങ്ങൾ ഉപദ്രവിക്കാൻ വരുന്ന വന്യമൃഗങ്ങൾ വാലാട്ടിക്കൊണ്ട് വളർത്തുമൃഗം പോലെ നിങ്ങളുടെ മുന്നിൽ വന്നേക്കും. അതുകൊണ്ട് ഇത് നിരന്തര അഭ്യാസത്തിലൂടെ നേടിയെടുക്കേണ്ട ഒരു സിദ്ധിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കാത്ത ഒന്നല്ല, പക്ഷേ വേണം എന്ന് ദൃഢമായി മനസ്സിൽ ആഗ്രഹവും പരിശ്രമവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളാൽ അങ്ങനെയൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.